നമസ്കാരം. ആദ്യമായി പറയാനുള്ളതെന്ന് വെച്ചാൽ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് വേറെ, വഖഫ് ബോർഡ് വേറെ. വഖഫ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക്, അതായത് മുസ്ലിം മതക്കാർക്ക് അവരുടെ സ്വത്ത്, അവരിലൊരാൾക്ക് തൻ്റെ സ്വത്ത് ഒരു ചാരിറ്റി പർപ്പസിന് ആയിട്ട് തൻ്റെ മരണശേഷം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കാം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ചാരിറ്റി സാധാരണ അള്ളാഹുവിന് കൊടുക്കുകയാണല്ലോ. നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന പോലൊരു പരിപാടിയാണ് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വത്ത് ഒരു ഭാഗം എടുത്തിട്ട് നാട്ടുകാർക്കെല്ലാം ഗുണമുണ്ടാകുന്ന രീതിയിൽ അത് എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാരിറ്റി പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന വേണ്ടി എഴുതി വയ്ക്കുക, അതാണ് വഖഫ്. അപ്പോൾ അങ്ങനെ ഒരു വഖഫ് എന്ന് പറഞ്ഞൊരു ആചാരം അവർക്കുണ്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ പേർക്ക് ഒരു ബുദ്ധി. അപ്പോൾ അത് സ്വത്തുള്ളവരായിരിക്കണം. സാധാരണഗതിയിൽ സ്വത്തുള്ളവർ എത്രയുള്ള 90% പേർക്കും അങ്ങനെ വഖഫ് ചെയ്യാനുള്ള സ്വത്തുക്കളൊന്നും ഇല്ല. 10% കൂട്ടിയാൽ മതി. ഇതേപോലെ സെയിം തിങ്ങാണ് അതേ സാധനം എല്ലാ മതക്കാർക്കും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളും എല്ലാം ഈ പറഞ്ഞ മാതിരി പല സമയങ്ങളിലായിട്ട് സ്വത്തുക്കൾ, ഭൂമി റോഡിന് വേണ്ടി വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികളൊക്കെ സ്ഥാപിക്കാനായിട്ട് എല്ലാ നഗരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. വിട്ടുകൊടുത്ത് ജന്മികൾ, നല്ല പൈസയുള്ള ഭൂസ്വത്തുള്ള ആൾക്കാർ ദാനം ചെയ്യുന്നതാണ് സമൂഹത്തിൻ്റെ ഗുണത്തിനായിട്ട്. അതിനെ വഖഫ് എന്നല്ല വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ സംഭവം. അതാണ് വ്യക്തിപരമായിട്ട് വഖഫ്. നല്ല കാര്യമാണ്. അതിനെ ഒരു പ്രത്യേക നിയമമാക്കി കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ കൊള്ളയടിക്കാനുള്ള ശ്രമമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കാം എന്നുള്ള മട്ടിൽ ഒരു ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ നോക്കാനായിട്ടൊരു ബോർഡുകൾ എല്ലാ സ്റ്റേറ്റിലും വഖഫ് ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ കുറച്ചുകൂടി ഓവർ സ്മാർട്ടായിട്ട് അത് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കാലത്താണ്. 1995-ലും 2013-ആയിട്ട് ഈ ബോർഡിനെ ശക്തിപ്പെടുത്തി കൊള്ളയടിക്കാൻ പര്യാപ്തമായ ഒരു ഇതിലേക്ക് മാറ്റി. വളരെ ഭീകരമായ ഒരു സംഭവമായിട്ട് മാറ്റി. അത് കോൺഗ്രസ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിയ ഇസ്ലാമിക ഭീകരർ ചെയ്തതാണോ അതോ കൊള്ളക്കാർ ചെയ്തതാണോ ഒന്നും പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടെ നമ്മുടെ സ്വത്ത് വഖഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം. പക്ഷേ അയൽവക്കക്കാരുടെ സ്വത്തോടെ എടുത്തു കൊടുത്താലോ, അല്ലെങ്കിൽ സമൂഹത്തിൽ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന സ്വത്തൊക്കെ ഇതൊക്കെ നമ്മുടെ സ്വത്താണ് എന്ന് പറഞ്ഞ് സംഘടിതമായിട്ട് അത് മാറ്റിയത്. അതൊരു മത രാഷ്ട്രീയ സംഭവമായിട്ട് മാറ്റി, മതത്തിനെ അതിലേക്ക് കൂട്ടിക്കെട്ടി ഒരു ലാൻഡ് ഭൂമാഫിയയ്ക്ക് ഒരു മതത്തിൻ്റെ മുഖം കൊടുത്തു. അതാണ് സംഭവിച്ചത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കോൺഗ്രസ് വലിയൊരു പ്രസ്ഥാനമായിരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു, ഇന്ത്യക്ക് ഭരണഘടന തന്നു, ഒരുപാട് കാലം ഭരിച്ചു. ഇതൊക്കെ സംഗതി സത്യം തന്നെയാണ്. എന്നിട്ട് നമ്മളിപ്പോഴും ഈ രൂപത്തിലിവിടെ ജീവിക്കുന്നുണ്ട്. കുറേ പേര് പാവങ്ങളായിട്ടിരിക്കുന്നു, കുറേ പേര് പട്ടിണിയിടന്ന് മരിച്ചു, കുറേ പേര് നന്നായി പോയി. അപ്പോൾ ഏതായാലും കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ അവസാനം ഇവർ ആണെല്ലാം, ഇന്ദിരാഗാന്ധിയുടെ കുടുംബമെല്ലാം ആണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് അവരെല്ലാം ആദരിച്ച് തന്നെ നമ്മൾ പോന്നിരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരു അവസരമാണ് ഈ വഖഫ് ബില്ലും അതുപോലെ കുറേ സംഗതികൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം വഖഫ് ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആരാണ് ഇത്രയും ആവേശഭരിതമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇട്ടുകൊടുത്ത്, ഒരു മതഗ്രന്ഥത്തിൽ ഇട്ടുകൊടുത്ത് അതിനെ വലിയൊരു ബോർഡിൻ്റെ രൂപത്തിലൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രത്തിലെ ബാക്കിയുള്ളവരുടെ, അയൽക്കാരൻ്റെ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനും അല്ലെങ്കിൽ
പൊതു സ്വത്തുക്കൾ കൊള്ളയടിക്കാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഉപാധിയായിട്ട് മാറ്റിയതാരാണ്? അത് ആരോ നുഴഞ്ഞേറ്റക്കാർ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ പോയതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയില്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെയുള്ളവർ കടന്നു കൂടിയിട്ട് ഓരോ നിയമങ്ങളുണ്ടാക്കിയെടുക്കും അവരുടെ താല്പര്യം അനുസരിച്ച്. ആ ജാഗ്രതക്കുറവാണ് ഇവിടെ കണ്ടത്. വഖഫ് നിയമങ്ങൾ അത് പരിഷ്കരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് പരിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചെയ്ത കോൺഗ്രസ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളും എല്ലാം അതിനെ എതിർക്കുന്നതാണ് മനസ്സിലാവാത്തത്. ഈ സംഗതി അവർക്ക് മനസ്സിലായില്ല എന്ന് ആക്ട് ചെയ്യുന്നതാണോ അതോ മനസ്സിലായിട്ടും ജനങ്ങളെ വിട്ടിയാക്കണതാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വഖഫിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൊരു ചൊല്ലുണ്ട്, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുക. അവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ വഴിപാടായിട്ട് തേങ്ങ അടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. തേങ്ങ എറിഞ്ഞുടയ്ക്കും. അത് കുറച്ച് ഭാഗം ഇവർ ഉടയ്ക്കുന്നവർ കൊണ്ടുപോകും, കുറേ പേര് ഒക്കെ അങ്ങോട്ട് കൊടുക്കും, ബാക്കിയുള്ളവരെല്ലാവരും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിക്കും. അല്ലാണ്ട് ദൈവത്തിന് തേങ്ങ ഒന്നും തിന്നാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിലായാലും മൃഗബലിയൊക്കെ നടത്തണു, ഒരു ദൈവമൊന്നും തിന്നുന്നില്ല, അത് അവർ തന്നെ കഴിക്കുന്ന, മനുഷ്യൻ തന്നെ കഴിക്കുന്നത്. അതുപോലെയാണ് ഈ വഖഫിൻ്റെ കേസ്. അള്ളാഹുവിന് സ്വത്ത് കൊടുക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന് രൂപം ഭാവമൊന്നുമില്ലല്ലോ ഒന്ന് സ്വത്ത് ഏറ്റെടുക്കാൻ. അത് അനുഭവിക്കുന്നത് വേറെ ആൾക്കാരാണ്. അവരെന്ത് ചെയ്യും? ഇതൊരു ചെറിയൊരു വിഭാഗത്തിൻ്റെയാണെന്ന് ഓർക്കണം. സ്വത്തൊന്നും 90% ആൾക്കാർക്കും കൊടുക്കാനും ഇല്ല, ഒന്നുമില്ല. 10% ആൾക്കാർ പോലും ഇല്ല. 100 പേരെ അടുത്ത് 10 പേര് പോലും വഖഫ് കൊടുക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഈ ഭൂമിയുള്ള ഒരു ന്യൂനപക്ഷ കക്ഷികൾ കളിക്കുന്ന കളിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ വഴി കിടക്കുന്ന തേങ്ങയല്ലല്ലോ ഗണപതിക്ക് അടിക്കേണ്ടത്. സ്വന്തമായിട്ട് പോയി കാശ് കൊടുത്ത് വാങ്ങിച്ച് തേങ്ങ കൊണ്ടുപോയിട്ട് വേണം ഗണപതിക്ക് അടിക്കാൻ. അപ്പോഴല്ലേ ഗണപതിക്ക് അതിൽ ബലിയാവുള്ളൂ, സ്വന്തം ഒരു ത്യാഗമാവുള്ളൂ. ഇത് വല്ലവൻ്റെയും സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ കൊണ്ടുപോയിട്ട് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്ന, എന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് തന്നെ അത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു തിരുവനന്തപുരത്തൊരു ചൊല്ലാണ്. നമ്മളെ അതിന് അനുബന്ധമായിട്ട് വേറൊരു കഥയും കൂടി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വിമാനത്തിൽ സർദാർ ജോക്കുകൾ എന്ന് പറയും. വിമാനത്തിൽ ഒരു സർദാർമാരുണ്ട്, ഒരു സർദാറും കുറേ പേരും എല്ലാവരും കൂടി യാത്ര ചെയ്ത സമയത്ത് വിമാനത്തിൻ്റെ എൻജിൻ തകരാറ് സംഭവിച്ചു. ഇപ്പോൾ പൈലറ്റ് പറഞ്ഞു, അയ്യോ ഇത്രയും ഭാരം കൊണ്ട് വിമാനം ഇനിയും പോകില്ല, അതുകൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് ചാടിയാലേ പറ്റുള്ളൂ, കുറേ വെയിറ്റ് ഷെഡ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സർദാർ എണീറ്റു. ഒരു സർദാർ എണീറ്റപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാൾ ചാടാൻ പോവുകയാണ്. കാരണം സർദാർമാരെ കുറിച്ച് ഭയങ്കര സംഭവമാണല്ലോ നമ്മളോട് പറഞ്ഞ് കൊച്ചിലെ മുതലേ. ഒരു വലിയ ത്യാഗികളാണ് ഇവർ, വലിയ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്, മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സർദാറിനെ കുറിച്ച് വലിയ ബഹുമാനമാണ്, എക്സ്ട്രാ ബഹുമാനമായിരുന്നു. ഇന്ദിരാഗാന്ധിനെ അവർ വെടിവെച്ച് കൊല്ലുന്നവരെ അവരെ കുറിച്ചൊക്കെ വലിയ സാധനമാണ്. അപ്പം ഇത് എണീറ്റപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ ഇദ്ദേഹം ചാടി ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ പോവുകയാണെന്ന്. ഇയാൾ നമ്മുടെ വിമാനത്തിൻ്റെ വാതിലിൻ്റെ അടുത്തെത്തി, എന്നിട്ട് എന്ത് ചെയ്തു, അടുത്തൊരാളെ പിടിച്ച് എറിഞ്ഞു എന്നാണ് കഥ പുറത്തേക്ക്. അപ്പോൾ അയാൾ ചാടാനല്ല, അയാൾ മറ്റുള്ളവരെ പിടിച്ച് എറിയാനാണ് അവിടെ പോയത്. അപ്പോൾ അങ്ങനെ ഒരു സർദാർജി തമാശയുണ്ട്. അതുപോലെ സ്വന്തം ആയിട്ട് ഏൺ ചെയ്ത ഭൂമി അത് വഖഫ് ചെയ്ത് പൊതു കാര്യത്തിനായിട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയനെ ഈ ബോർഡുകൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് കുറേ പണക്കാരും ഭൂമാഫിയ എല്ലാവരും കൂടി ഈ പറഞ്ഞ ആദ്യം ഉള്ള വഖഫ് ആരെങ്കിലുമൊക്കെ വഖഫ് ചെയ്ത സ്ഥലങ്ങൾ, അവരുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്ത് അതെല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൺട്രോൾ ഇവരുടെ കയ്യിലായി. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുക, അത് കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിച്ചൊക്കെ ലാഭം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോടിക്കോടി രൂപയുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഇവർ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കുറേ പേര്. അപ്പോൾ ഈ ബോർഡ് എന്ന് പറഞ്ഞുണ്ടാക്കി, എന്നിട്ടോ അതിനും അത്യാഗ്രഹം തീരാണ്ട് ഇവർ എന്ത് ചെയ്യുക, കണ്ട ഭൂമിയെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി 1995 ഇവർ നിയമം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? കോൺഗ്രസ് പാർട്ടി ഭരിച്ചപ്പോൾ കൊണ്ടുവന്നു. പക്ഷെ ആര് കൊണ്ടുവന്നു? ഇതൊന്നും നോക്കാതെ പോയല്ലോ. അതുപ്രകാരം കോടതികൾക്ക് പോലും ഇടപെടാൻ പറ്റാതെ, കളക്ടർക്ക് പോലും പറ്റാത്ത രീതിയിൽ പാർലമെൻറ്റിൽ ആക്ട് പാസ്സാക്കി പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കി കൊണ്ടുവന്നു. ആരൊക്കെയോ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്.
ഈ ബോർഡുകൾക്ക് ഏത് സ്വത്ത് കണ്ടിട്ട് ഇത് ഞങ്ങളുടെ സ്വത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കണം. അതിപ്പോൾ എവിടെയും കോടതികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. വഖഫ് കൗൺസിൽ എന്ന് പറഞ്ഞ കുറേ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഈ സ്വത്തിൻ്റെ ഉടമ ഒന്ന് കിഞ്ചി നിൽക്കണം. അങ്ങനത്തെ ഒരു ഭീകരമായ നിയമം ഉണ്ടാക്കി വെച്ചു രാജ്യം. എന്ന് വെച്ചാൽ എന്നിട്ട് ആ നിയമം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇവർ ഇത് ഞങ്ങളുടെയാണ് അത് ഞങ്ങളുടെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വകാര്യ സ്വത്തുകൾ, മറ്റുള്ളവരുടെ സ്വത്തുക്കളും സർക്കാർ ഭൂമിയും കാണുന്ന സ്വത്തുക്കളെല്ലാം വഖഫിൻ്റെ ആക്കുക. ഈ വഖഫ് കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് കൂടിയിരിക്കുന്ന കുറേ പണക്കാരായ കുറേ കക്ഷികളുണ്ട്, മാഫിയ. അവരെന്ത് ചെയ്യും? അവർ ഇതെല്ലാം ഉപയോഗിച്ച് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഈ 90% വരുന്ന മുസ്ലിംസിനുള്ള യാതൊരു പങ്കുമില്ല. 90-99 എനിക്കറിയില്ല. ഏതായാലും 100 എടുത്ത് 99 പേർക്ക് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിംസിനും അപ്പോൾ ഈ മുസ്ലിം മതമായിട്ട് ലിങ്ക് ചെയ്ത് എല്ലാവർക്കും പേടിയാണ് ഇത് തൊടാനായിട്ട്. അതാണ് ഇവർ മതവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മാഫിയ പ്രവർത്തിച്ചത്. അതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ വഖഫ് എന്താണ്? വഖഫ് ബോർഡ് എന്നുള്ള രൂപമെടുത്തോടുകൂടി ഇതിൻ്റെ മാഫിയ സ്വഭാവം ആക്കി അതിനെ മതത്തിൻ്റെ സതുദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാം. എന്നിട്ട് ഈ വഖഫ് ബോർഡുകൾ ചെയ്യുന്നത് എന്താണ്? എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇവർ എടുക്കുന്നത്. കാരണമൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ട് നമ്മുടെ സ്വത്ത് എന്നുള്ളത് ഒന്നും ബോധിപ്പിക്കേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ സമ്പാദിച്ച സ്വത്തിലെ ഒരു ഭാഗം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് സ്വത്തുണ്ടെന്ന് വെച്ചോ, അതൊക്കെ ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് പഴയ അക്രമകാരികളായ ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, യുദ്ധങ്ങളൊക്കെ ആയ കാലം, ഏതോ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ. അത് മുസ്ലിം ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം വന്ന് അതിൽ മുസ്ലിം സുൽത്താന്മാരൊക്കെ വന്ന് കടന്നുപോയ സ്ഥലങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ബോർഡ് ക്ലെയിം ചെയ്ത് തുടങ്ങി. അപ്പോൾ അതാണോ വഖഫ് ഉദ്ദേശിച്ചേക്കണേ? വഖഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ഥലം സ്വന്തമായിട്ട് അധ്വാനിച്ച സ്ഥലത്തിൽ ഒരു ഭാഗം കൊടുക്കുക, ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശമല്ലല്ലോ. അത് സംഘടിതമായി ഇപ്പോഴേക്ക് സ്വഭാവം മാറി രാഷ്ട്രീയ. എന്നിട്ട് ഇതെല്ലാം എടുത്ത് എന്ത് ചെയ്യുക? വഖഫ് ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങളുടെയാണെന്ന് പറയുക. അപ്പോൾ ചോദിക്കാനായിട്ട്, അപ്പോൾ ഇതിൽ ജീവിക്കുന്ന കാശ് കൊടുത്ത് ഈ സ്ഥലം വാങ്ങിച്ചവരൊക്കെ ഇത് വിൽക്കാൻ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് പണയം വയ്ക്കാൻ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വഖഫ് ബോർഡ് ഇതിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഇതുകൊണ്ട് അങ്ങനെ ഇവർ പറയുന്നപ്പോൾ ഒരുപാട് 10,000 കേസുകൾ കൗൺസിലിന് കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എത്ര ഭീകരമായ നിയമമാണത്. കൊള്ള തന്നെയാണ്. കൊള്ള എന്ന് പറഞ്ഞാൽ ചെമ്പൽ കൊള്ളക്കാർ ഒക്കെ ചെയ്യുന്നേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കക്ഷികളുണ്ടല്ലോ, തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വരുന്ന കുറുവാ സംഘം, അവരൊക്കെ ചെറിയ പൈസ കൊള്ള ചെയ്യുന്നു. ഇത് വൈറ്റ് കോളർ കൊള്ളയാണ്, ആരും അറിയാണ്ട് സ്വത്തൊക്കെ അടിച്ചു മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ ചെയ്തു. കാരണം പല സ്ഥലങ്ങളിലും വ്യക്തികളുടെ ഭൂമി ഇവർ കൊള്ള ചെയ്തെന്ന് കണ്ടപ്പോൾ അത് 1500 വർഷമുള്ള ഒരു അമ്പലം ഇരിക്കുന്ന ഒരു തമിഴ്നാട്ടിലെ ഗ്രാമം തൊട്ട് അവിടെ മുനമ്പം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലം വരെ ഇതെല്ലാം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഈ ബോർഡുകൾ അവകാശം ഉന്നയിച്ച് ആകെ ജനങ്ങളെ, പാവങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സർക്കാർ ഇടപെടുന്നത്. അപ്പോൾ അതിനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് തറ പരിപാടികൾ ചെയ്യും. NK പ്രേമചന്ദ്രൻ, ശശി തരൂർ എന്നൊക്കെ പറഞ്ഞ കുറേ കക്ഷികളുണ്ട്. ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി അവരെന്തും ചെയ്യും. അവർക്ക് ന്യായവും നീതിയൊന്നും വേണ്ട. അപ്പോൾ പ്രേമചന്ദ്രൻ തന്നെ ഇതിനനുകൂലമായിട്ട്, അതായത് വഖഫ് ഭേദഗതി വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്തുകൊണ്ടാണുള്ള പ്രമേയം പാസ്സാക്കാൻ വേണ്ടി കൂടുന്നൊക്കെ അത് പാർലമെൻറ്റിൽ ശക്തമായി വാദിക്കുന്നത്. അയാൾ എന്ത് വായിച്ചിട്ടാണ് ഇന്ന് ഈ പ്രേമചന്ദ്രനും രവിചന്ദ്രനും ഒക്കെ സെൻറ്റ് ജൂഡ് ഹൈസ്കൂളിൽ പഠിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മുഖത്തല്ല, അവിടെ തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ രവിചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ധീരമായിട്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, അത് ശക്തമായിട്ട് അത് മതങ്ങൾക്കെതിരായിട്ട് സത്യം വിളിച്ചു പറയുന്ന ഒരാളായി അവിടെ നിൽക്കുന്നു. ഇപ്പോഴത്തെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് വലിയ ബയോഡേറ്റ ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും
ഇലക്ഷൻ ജയിക്കുക, പാർട്ടി മാറിയാലും വേണ്ടില്ല, അത് സത്യവിരുദ്ധമായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യൻ്റെ ലക്ഷണമായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ രവിചന്ദ്രനും പ്രേമചന്ദ്രനും രണ്ടും ചന്ദ്രന്മാരെന്ന പേരുണ്ടെങ്കിലും രവിചന്ദ്രൻ ധീരനായ ഒരു മനുഷ്യനും ഇത് അവസരവാദിയായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സത്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ആളുമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കിടപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ മുനമ്പത്തെ മാത്രമല്ല, ലക്ഷക്കണക്കിന് പാവങ്ങളുടെ സ്വത്തുക്കൾ ഇവരടിച്ചു മാറ്റും. പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന വഴി പല സർഫാസി നിയമം എന്നൊക്കെ പറഞ്ഞ് ഒരു വീടും ഇതുള്ള കുറച്ച് ലോൺ എടുത്തതിൻ്റെ പേരിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഇറക്കി വിടുന്ന പോലത്തെ നിയമങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതേസമയം ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലമാണ് ഈ പറഞ്ഞ വഖഫ് ബോർഡ്, അതുപോലെ വേറെ ഉണ്ട് സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് കക്ഷികൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ആൾക്കാർ തന്നെ പാവങ്ങളുടെ ആൾക്കാരെന്ന മട്ടിൽ വന്ന് പാവങ്ങളുടെ കൂടെ നിന്ന് കളിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയണം നമ്മൾ. ഈ ആത്മഹത്യ ചെയ്യുന്ന ടെൻഷൻ അടിച്ച് ഒരു തുണ്ട് ഭൂമിക്ക് ഒരു താമസിക്കാൻ വേണ്ടി ഒരു വീട് പോലും ഇല്ലാതെ അതുപോലും തട്ടിയെടുക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറേ കാപാലികർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കൊള്ളക്കാർ എന്ന് പറയുന്ന ചമ്പൽ കൊള്ളക്കാരെ പോലത്തെ ആൾക്കാർ, മാഫിയകൾ, ഭൂമാഫിയകൾ എന്നോ എന്ത് മാഫിയ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഇവർ ഈ സ്ഥലത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പൊതുസ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും കൈ വെച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് പാവങ്ങൾ ആത്മഹത്യയുടെ ഗതി വന്നിരിക്കുന്നു. ഒരു തുണ്ട് ഭൂമിയില്ല, ഉള്ള ചെറിയൊരു ലോൺ എടുത്തതിൻ്റെ പേരിൽ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നു. കഷ്ടമാണ്.